ഫേസ്ബുക്കിലൂടെ കാസ്റ്റിംഗ് കോൾ ഇട്ട് പല പേരില് 5 വർഷമായിട്ട് ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തട്ടിപ്പിനെ കുറിച്ച് വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസവും ഒരു വിവരവും ഈ സിനിമയെ കുറിച്ചുള്ള യാതൊരു അറിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. രേഖയില്ലാത്ത പണങ്ങൾ പലരുടെ കയ്യിലുണ്ടാകും. അത് സിനിമയിൽ നിക്ഷേപിക്കുക, അതായത് വെളുപ്പിക്കുക. ഇതാണ് ആ വ്യക്തി മുഖേന നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് കൂടുതലും പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ സൗഹൃദം സ്ഥാപിക്കുകയും പൂജ നടത്തുകയും പൂജയുടെ പേരിൽ വിളിച്ചു വരുത്തി ഓരോ പൂജയ്ക്കും ഓരോ സ്ഥലങ്ങളാണ് ഈ കക്ഷി കണ്ടെത്തുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് പൂജ നടത്തും. എറണാകുളം മുതൽ പാലക്കാട് വരെ. ആൾ പാലക്കാട്ടുള്ള ആളാണ്. അപ്പൊ എറണാകുളം മുതൽ പാലക്കാട് വരെ ഒരു സിനിമയുടെ കഥ വെച്ചിട്ട് പല പേരിലും കാസ്റ്റിംഗ് കോളും പോസ്റ്ററും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ക്യാമറാമാൻമാരും എല്ലാം ചെയ്യും. തട്ടിപ്പ് നടത്തുക, സിനിമ എന്ന മോഹവുമായി നടക്കുന്നവരെ വലയിൽ വീഴ്ത്തുക. ഭീമമായ തുകകളാണ് ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തതിനാൽ കൂടുതൽ ആ പണം ആരുടെ കയ്യിലാണെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ആ പണം ഇരിക്കുന്ന ആളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പലതവണ പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും സ്ത്രീകൾക്ക് രക്ഷയുണ്ടാകുക വനിതാ കമ്മീഷനിലാണെന്ന് പറയും. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം പോയിട്ട് അവഗണന മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. കാസ്റ്റിംഗ് കോൾ ഇടുന്ന ആളുടെ കുറഞ്ഞ ഡീറ്റെയിൽസ് അത് മാത്രമേ വെക്കുന്നുള്ളൂ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ അയാളിടുന്ന കാസ്റ്റിംഗ് കോളിൽ ദയവ് ചെയ്ത് പോയി പെടാതിരിക്കുക. പെട്ട കഴിഞ്ഞാൽ പിന്നെ ആള് പൂരത്തെറിയാണ്. പണം കൈക്കലാക്കുക, അസഭ്യങ്ങൾ പറയുക, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താമസ സൗകര്യം കൊടുക്കുക. അതിനുശേഷം വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ സ്വർണ്ണാഭരണങ്ങളായിട്ട് എന്താണോ ആ സ്ത്രീയുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ തന്ത്രപൂർവം അവനും അവൻ്റെ ഭാര്യയും ചേർന്ന് കൈക്കലാക്കും, പണയം വയ്ക്കും. അതിനുശേഷം അത് തിരിച്ചു ചോദിച്ചാൽ ഭീഷണിയുടെ സ്വരമാണ്. ജീവൻ മതി, ഇത് പണം പോയാൽ പോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി ഓടും ആ വീട്ടിൽ നിന്നും. തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മളൊരു പരാതി കൊടുത്താൽ പോലീസുകാരെ അവരെ വിളിക്കും. അവരുടെ ആ പ്രൊസീജിയർ അവരവിടെ തീർക്കും. ഒരു പരാതി കൊടുത്താൽ വിളിക്കും. അവൻ്റെ അടുത്ത് ചോദിക്കുമ്പം അവൻ പച്ചക്കള്ളം പറയും. ചെക്ക് തരും. ചെക്ക് തരുകയാണെങ്കിൽ അത് അവൻ്റെ അക്കൗണ്ടിലല്ല പണമുള്ളത്, അവൻ വേറൊരാളുടെ അക്കൗണ്ടിലാണ് ഈ പണമെല്ലാം നിക്ഷേപിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതിനു വേണ്ടി മാത്രമായിട്ട് കേരളത്തിൻ്റെ അങ്ങേ തലക്കലാണ് ഈ ആളിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് പണം ഇരിക്കുന്നത്. പണം കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അവിടെയാണ് എന്നുള്ള വിവരം കിട്ടി. ഇത് തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ കക്ഷി ഈ കാസ്റ്റിംഗ് കോളിലൂടെ പലരെയും ഭീഷണിപ്പെടുത്തിയും പണം വാങ്ങിച്ചും പറ്റിച്ചും ഒളിവിൽ പോയി പല രീതിയിലായിട്ടാണ് ജീവിക്കുന്നത്. സംവിധാനം ചെയ്തു. അതിൻ്റെ പേരിൽ പാലക്കാടുള്ള ഒരാളുടെ 70 ലക്ഷം രൂപ, കൊല്ലത്തുള്ള ആളുടെ 35 ലക്ഷം രൂപ, പിന്നെ 1 ലക്ഷത്തിൽ തുടങ്ങി 5000, 10000 വരെയുള്ള ചില്ലറ രൂപകൾ. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ വലിയ ഒരു തുകയുണ്ട്. കോടികളുടെ അപ്പുറത്തേക്കും കടന്നു പോകും. പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു കടിഞ്ഞാണിടാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സ്ത്രീകളാണ് കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇത് കേട്ടാൽ ആളുകൾ വന്ന് കമന്റ് ഇട്ട് ചോദിക്കും, ഒരാൾ സിനിമ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പണം ചോദിച്ചാൽ കൊടുക്കണ്ട, നിങ്ങൾ എന്തിനു കൊടുത്തു എന്ന്. അവൻ്റെ ഇടയിൽ പോയി പെടുന്നവർക്ക് മാത്രമേ അവന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് പറയുന്നവർക്കാർക്കും അവനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഉറപ്പാണ്. അനുഭവമാണ് പറയുന്നത്. ജയിലിലിട്ടു. 21 ദിവസം കഴിഞ്ഞപ്പോൾ 14 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ 14 ദിവസം റിമാൻഡായിരുന്നു. ആ റിമാൻഡ് സമയത്ത് തന്നെ ഇവൻ ജാമ്യവ്യവസ്ഥ കൊടുത്തു. ജാമ്യത്തിൽ ഇവനെ ഇറക്കിക്കൊണ്ടുവരാൻ ഇവന്റെ പണം എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ നിന്നും ആള് വന്നിട്ട്
എടുത്തുകൊണ്ട് ഇവനെ പൊക്കിക്കൊണ്ട് പുറത്തേക്ക് വെക്കും. പിന്നെ പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും ഫേസ്ബുക്കിൽ. അവിടെ കൊണ്ടുപോയിട്ട് പുതിയ കാസ്റ്റിംഗ് കോൾ ഇടും. പക്ഷേ ഫോൺ നമ്പർ 5 വർഷമായിട്ട് ഒരു നമ്പർ തന്നെയാണ്. ആ ഒരു നമ്പർ എല്ലാവരും അതിലാണ് വിളിക്കുന്നതും വാട്സാപ്പും എല്ലാം അതിലാണ്. ഒരുപാട് പേരുടെ പണം പറ്റിച്ച് സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് അവൻ ഒറ്റയ്ക്കല്ല ഇത് നടത്തുന്നത് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവൻ ഒറ്റയ്ക്ക് നടത്തുന്നതാണെങ്കിൽ ഇവന്റെ അക്കൗണ്ടിൽ പൈസ കാണണം. ചെക്ക് തന്നാൽ പണത്തിന് തിരികെ അവസാനം അവനൊരു ചെക്ക് തരുന്ന പരിപാടിയുണ്ട്. ചെക്ക് തന്നാൽ നമ്മൾ ചെക്ക് ബാങ്കിൽ കൊടുത്താൽ അത് ഇനോപ്പറേറ്റീവ് എന്നും പറഞ്ഞിട്ട് തിരിച്ചു വരിക ചെയ്യുന്ന ചെക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മമ്മോ അടിച്ച് അവനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയ പൂരത്തറി. ഇതിന് ഒരു അതിര് വേണം. അവനെ ഫിലിം ചേംബറിലേക്ക് ഇപ്പൊ പ്രവേശനമില്ല. പാലക്കാട്ടുകാരനായ ഒരാൾ, പാലക്കാട്ടുകാരായ രണ്ടാമതും ഇപ്പൊ സിനിമയിൽ പണം മുടക്കിപ്പെട്ടിരിക്കുകയാണ്. പേരും പ്രശസ്തിയുമുള്ളവരുമാണ് കൂടുതൽ പേരും അതിൽ പെട്ടുപോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഈ കടലിൽ കൂറ്റൻ സ്രാവുകൾ പോകുന്നതിൻ്റെ വലിയ തിമിംഗലങ്ങളുടെ ഇടയിൽ കൂടി പോകുന്ന ചെറിയ ചൂര, ചാള എന്ന് പറയുന്ന മീനുകളുണ്ടല്ലോ, അതുപോലെ കുറച്ച് സാധാരണക്കാരായവരും ഇതിൽ പെട്ടുപോകുന്നുണ്ട്. ഹുസൈൻ അറോണി, കാജ ഹുസൈൻ, ഇനിയും പേരുകളുണ്ട്. KH, അതാണ് കാജ ഹുസൈൻ്റെ ഫുൾ ഫോം. ആ പേരിലൊക്കെയാണ് ആളുകളെ പറ്റിക്കുന്നത്. പാലക്കാടാണ് താമസിക്കുന്നത് ആള്, സ്വദേശം പാലക്കാടാണ്. ഒരു സിനിമ ബിജുക്കുട്ടനെ വെച്ച് ചെയ്തു. അവസാനം ബിജുക്കുട്ടൻ പെണ്ണുപിടുത്തക്കാരനാണെന്ന് പറഞ്ഞു. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ചിട്ടുള്ള പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ചുള്ള പോസ്റ്റർ അതിന് സിനിമ മാറി. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ, ശിവജീത്, സ്നേഹാൻ ഇവരെയൊക്കെ വെച്ചിട്ട് പൂജ നടത്തി. കാക്കനാട് വെച്ചിട്ട് പൂജ നടത്തുക, ആളുകളുടെ മുമ്പിൽ നല്ല ആളായിട്ട് നിൽക്കുക, ബ്ലാക്ക് മണി ഫൈറ്റാക്കുന്ന പരിപാടിയും കൂടി ഉള്ളത് കൊണ്ട് ഇവന്റെ ഈ പണത്തിന്റെ സ്രോതസ്, ഇവൻ ആരെയൊക്കെ ബന്ധപ്പെടുന്നു, ആരിൽ നിന്നെല്ലാം പണം എടുക്കുന്നു, ആ പണങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ കണ്ടാൽ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്കും എത്തട്ടെ. 3 വർഷത്തോളം എടുത്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയും ഞാൻ അന്വേഷിച്ചാണ് ഞാൻ ഇത്രയും ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആളെ പൂട്ടാനുള്ള പരുവത്തിലാക്കിയിട്ടുണ്ട്. പൂട്ടിയാൽ ഇവൻ പൂട്ട് തുറന്നു കൊടുക്കാൻ വേറെ ആരോ ഉണ്ട്. അതാരാണ് ഈ പോലീസ് തലപ്പത്തുള്ളത് എന്നുകൂടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക.